വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈഗസ്റ്റിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷുഡ് ദ അസാസിൻ ഓഫ് ദ ഗാന്ധി ബി കിൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് essay ക്വസ്റ്റ്യനും പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളൊപ്പം ഒരു നോട്ടും പെന്നും കൈ പിടിച്ച് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ് ആൻഡ് വെപ്പൺസ്? അതായത് എന്താണ് ബോംബിന് വെപ്പൺസിനെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ളതെന്ന്? എന്താണ്? ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ആണ് കേട്ടോ. ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺ. നിങ്ങൾക്ക് നോട്ട്സ് PDF ആയിട്ട് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി? എന്തുകൊണ്ടാണ് എല്ലാവരും ഗാന്ധിയിൽ വിശ്വസിക്കണേന്ന്? പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി ബിക്കോസ് ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് ടു അതേഴ്സ്. എന്താണ്? ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് ടു അതേഴ്സ്. അത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ചെയ്ത് പ്രവൃത്തിയിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അല്ലേ? അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് അദ്ദേഹം ചെയ്തു കാണിച്ചു. ഗാന്ധിജി മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ സ്വയം ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വേർഡ്, അതായത് ഈ സെൻറ്റൻസ്, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് essay വരുമ്പോഴും ഇത് എഴുതുക കേട്ടോ. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വോയിസ്. ഈ ഒരു കാര്യം കൂടി essay ഒക്കെ വരുമ്പോൾ ആദ്യം തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേൾഡ് ലോങ് ഫോർ? The world long for goodness and peace. എന്താണ് goodness and peace? The world search for rightness. ഓക്കെ, ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. essay വരുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തിനാണ്? ഗുഡ്നെസ് ആൻഡ് പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ലോട്ട് റിഫേർഡ് ആസ് എ ലവേഴ്സ് ഓഫ് വയലൻസ്? അതായത് ആരാണ് വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന്? ദ ലോട്ട് ഹു ആർ റിഫേഴ്സ് ടു ദ ലവേഴ്സ് ഓഫ് വയലൻസ് കൺസിസ്റ്റ് ഓഫ് ignorance, the stupids, the inventors of atom bombs, the generals, the captain, the surgeons and soldiers. അതായത് ആരൊക്കെയാണ് ആറ്റം ബോംബ് ഈ ഒരു വാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? ദ ക്യാപ്റ്റൻസ്, ദ സർജൻസ്, ദ സോൾജേഴ്സ്, ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്, പിന്നെ ദ ഇഗ്നോറൻസ്, ദ ജനറൽസ്. നോട്ട് ചെയ്ത് വയ്ക്കാട്ടോ. അതൊക്കെ essay വരുമ്പോൾ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഫെയ്ത്ത് ഓഫ് ദോസ് ഹു റെബൽ അഗെയിൻസ്റ്റ് ലവർ ഓഫ് വയലൻസ്? അതായത് ഇപ്പോൾ യുദ്ധമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരെയും ഇങ്ങനെ, അതായത് അക്രമങ്ങൾക്കെതിരെ, അതായത് വയലൻസിനെതിരെ സംസാരിച്ച ആൾക്കാരെ, അതായത് ഇപ്പോൾ ഈ യുദ്ധത്തിനൊക്കെ എതിരെ സംസാരിച്ച ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന്, അക്രമത്തിനെ സ്നേഹിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തിയവരുടെ അവസ്ഥ എന്താണ്? ഡെത്താണ് അല്ലേ? അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ബോംബിട്ട് കൊന്നുകളയും അല്ലേ? ദ ഫാറ്റ് ഓഫ് ദോസ് ഹു റിബൽ അഗെയിൻസ്റ്റ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഇസ് ഡെത്ത്. എന്താണ്? ഡെത്ത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദ മൂമെന്റ്സ് ഓഫ് ഫിഗേഴ്സ് അപ്പോൺ എ ട്രിഗർ, അതായത് അവരെ ഒരു ഫിംഗേഴ്സ് ഓൺ ട്രിഗർ, അതായത് ഒരു വെടിക്ക് തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി. ഒരു പൊട്ടിത്തെറിയോട് കൂടി എന്ത് ചെയ്യും? ഒക്കെ കഴിയും. ഒരു ഫ്ലാഷോ അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഒറ്റയടിക്ക് തീർന്നാൽ എന്താണ്? സൈലൻസ് ആൻഡ് ആഷസ്. അതായത് ഒറ്റ വെടിക്ക് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ബോംബിലൊക്കെ പെട്ടെന്നെല്ലാം അവസാനിപ്പിക്കും. അപ്പോൾ ഡെത്താണ് അവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അത് എഴുതിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് നോട്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ് ലവ് വയലൻസ്? എന്തുകൊണ്ടാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾക്കാർ അക്രമത്തെ സ്നേഹിക്കുന്നത് എന്ന്? അപ്പം ഇതിൻ്റെ ആൻസർ ഞാൻ റീഡ് ചെയ്യാം, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വോയിസ് ക്ലിയർ ആവണല്ലേ? ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ് ബിക്കോസ് ദേ ആർ അഫ്രെയ്ഡ് ഓഫ് ട്രൂത്തിനെ പേടിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വയലൻസിനെ ഇഷ്ടപ്പെടുന്നത്. ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ് ലവ് വയലൻസ് ബിക്കോസ് ദേ ആർ അഫ്രെയ്ഡ് ഓഫ് ട്രൂത്ത്. ആരൊക്കെയാണ് വയലൻസ് ഇഷ്ടപ്പെടുന്നത്? ദ ഇഗ്നോറൻറ്റ്, ദ സ്റ്റുപ്പിഡ്, ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്. നമ്മൾ 2 മാർക്കിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, അതേ സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ. The ignorant, the stupid, the inventors of atom bomb, the generals, the captain and surgeons and the soldiers
ആർ ലവ് വയലൻസ്. ചില പട്ടാളക്കാർക്ക് വയലൻസ് ഇഷ്ടമാണ്. അപ്പോൾ അവരും കൂടിയാണ് കേട്ടോ. ദ ഫിയർ ആൻഡ് ഹെയ്റ്റ് ഓൾ ദ റബൽ അഗെയിൻസ്റ്റ് ദം. ദ ഫിയർ ആൻഡ് ദ ഹെയ്റ്റ് ഓൾ ഹു റബൽ അഗെയിൻസ്റ്റ് ദം. ജസ്റ്റ് വൺ ഷൂട്ട് ആൻഡ് വൺ ലെഫ്റ്റ് ആഷസ്. അതായത് ഒറ്റ വെടിക്കൊക്കെ തീരാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് വൺ ഷൂട്ട് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ടു ആഷസ്. ടുഡേ മില്യൺസ് ക്യാൻ ബി കിൽഡ് ആസ് ഈസി ആസ് വൺ. അതായത് ഒറ്റയടിക്ക് ഒരാളെ കൊല്ലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോർ ദിസ് പീപ്പിൾ ദർ ഈസ് നത്തിങ് കോൾഡ് കൺസറൻസ്. ദേ ഹാവ് നോ ലവ് ഫോർ ട്രൂത്ത്. അതായത് അവർക്കൊരു ട്രൂത്ത് തോന്നുന്നൊരു വിഷയമല്ല. ഫോർ ദോസ് പീപ്പിൾ ദർ ഈസ് നത്തിങ് കോൾഡ് കോൺഷ്യസ്. ദേ ഹാവ് നോ ലവ് ഫോർ ട്രൂത്ത്. They love violence, they love blood. They want power and authority to do what they want and achieve their aims. They are ready to kill any number of people. അതായത് അവർക്ക് എതിരെ നിൽക്കുന്ന ആരായാലും അവരെ കൊല്ലാൻ ഇവർ റെഡിയാണ്. അത് ഒറ്റ ഒരു ബ്ലാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷിൻ്റെ ഒക്കെ ഒരു ഇതുള്ളൂ. ഒരു ഒറ്റ സെക്കൻഡ് മതിയല്ല, കുറേ പേരെ ഒറ്റയടിക്ക് കൊല്ലാം. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? വാട്ട് പ്രൂവ് ഗാന്ധി ഈസ് റൈറ്റസ്. അതായത് ഗാന്ധിയാണ് ശരി, അല്ലെങ്കിൽ ഗാന്ധിയുടെ ആ ഒരു സത്യം എന്താണ് തെളിയിക്കുന്നത്? ഗാന്ധി നീതിയിലാണ് എന്നുള്ള തെളിവ് എന്തൊക്കെയാണ് കേട്ടോ. ഹിസ് ആക്ഷൻസ് പ്രൂവ്സ് ഹിസ് റൈറ്റ്നസ്. അതായത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഹി ഓൾവേസ് ടോൾഡ് ദ പീപ്പിൾ ടു റെസിസ്റ്റ് ദ വയലൻസ് വിത്ത് നോൺ വയലൻസ്. അതായത് നോൺ വയലൻസിനെ റെസിസ്റ്റ് ചെയ്യുക. അതായത് എങ്ങനെയാണ് വയലൻസിനെ റെസിസ്റ്റ് ചെയ്യുക? എങ്ങനെ? നോൺ വയലൻസ് കൊണ്ട് കേട്ടോ. വയലൻസ് വിൽ ഡിസ്ട്രോയ് ദ വേൾഡ്. അത് വയലൻസ് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയ് ആണ്, ലോകം തന്നെ നശിപ്പിച്ചേക്കാം. ദ വേൾഡ് വാണ്ട്സ് വയലൻസ് വിത്ത് നോൺ വയലൻസ്. ദ വേൾഡ് വാണ്ട് ഗുഡ്നെസ്. ദർ ഈസ് നോ വെപ്പൺ, നോ ബോംബ് which is powerful than force or the great of good spirit. In India became the great if her people used the force of non-violence. ഗാന്ധിജി did what he told others. അതായത് ഗാന്ധിജി എന്താണോ ബാക്കിയുള്ളവരോട് പറഞ്ഞത് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ആണ് കൂടുതലും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആക്ഷൻ സ്പീക്ക് മോർ എന്ന് പറഞ്ഞാൽ ആ സംഭവമില്ല. ആ ലൈൻ ഇതിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഗാന്ധിജി അസാസിനേഷൻ റിലീസ്ഡ്. അതായത് ഗാന്ധിജിയുടെ ഘാതകൻ, ഗാന്ധിജിനെ കൊന്ന ആളനെ വെറുതെ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താവുന്നു? ഗാന്ധിജിയുടെ ഘാതകനെ വെറുതെ വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. ഇഫ് ഗോഡ്സെ ഈസ് റിലീസ് വാട്ട് വുഡ് ഹിസ് ലൈഫ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരിക്കും? കുഡ് ഹി എസ്കേപ്പ് ഫ്രം ഹിസ് വാട്ട് ഹി ഹാഡ് ഡൺ. അതായത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? ഹിസ് ഓൺ പീപ്പിൾ വുഡ് നോട്ട് റിസീവ് ഹിം. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും അദ്ദേഹത്തെ റിസീവ് ചെയ്യില്ല, സ്വീകരിക്കില്ല. ഹി വുഡ് നോട്ട് വാച്ച് ഫോർ ആൻഡ് ഡ്രിങ്ക്. അതായത് അദ്ദേഹത്തിന് ഒരു തരത്തിലും ആരും അംഗീകരിക്കില്ല. നോൺ വുഡ് വാണ്ട് ടു ടച്ച് ഹിം. അതായത് അദ്ദേഹത്തിനൊന്നും അടുത്തിരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. വുമൺ വുഡ് ഫിയർ ഹിം ആൻഡ് ചിൽഡ്രൻ. അതായത് സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തെ പേടിപ്പിക്കും. ഗാന്ധിജി ഒരു ഒറ്റയാനായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ സ്വരം എന്ന് പറയുന്നത് ഒരു ഒറ്റയാനായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ സ്വരം എന്ന് പറഞ്ഞാൽ മൃദുത്വം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. അതുപോലെ ബുദ്ധിപരമായ വോയിസ് ആണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു വിഷമം പിടിച്ച ഒരു ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ അത്രയും നല്ല ഒരു ആഫ്റ്റർ ലൈഫ് ആവില്ല ഒരു ജയിൽവാസത്തിന് ശേഷം. കാരണം അദ്ദേഹം ഒരുപാട് സഫർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ ഓരോ പാസ്റ്റിൽ ചെയ്ത ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ഹോണ്ട് ചെയ്യും അല്ലേ. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിതിൻ്റെ ആൻസർ ഒന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹിസ് ആക്ഷൻസ് പ്രൂവ് ഹിസ് റൈറ്റ്നസ്. ഹി ഓൾവേസ് ടോൾഡ് ദ പീപ്പിൾ ടു റെസിസ്റ്റ് വയലൻസ് വിത്ത് നോൺ വയലൻസ്. അതായത് അദ്ദേഹം വയലൻസിനെ നോൺ വയലൻസ് കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ, നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. വയലൻസ് വിൽ ഡിസ്ട്രോയ് ദ വേൾഡ്. വയലൻസ് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയ് ചെയ്യാണ്, ലോകം നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ അല്ലേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കഴിഞ്ഞാൽ ഒരുവിധം അല്ലാതെ നശിക്കും ഇല്ലേ. ദ വേൾഡ് വാണ്ട് ഗുഡ്നെസ്. വേൾഡിന് വയലൻസ് അല്ല വേണ്ടത്, നോൺ വയലൻസ് ആണ് വേണ്ടത്. ദർ ഇസ് നോ വെപ്പൺ, ദർ ഇസ് നോ ബോംബ്. ഇസ് പവർഫുൾ ഫോഴ്സ് ഇസ് ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ്. നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു. പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ എന്താണ്? ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ആണ്. അപ്പം അതെഴുതുക. ഇന്ത്യ വിൽ ബിക്കേം എ ഗ്രേറ്റ് ഇഫ് പീപ്പിൾ യൂസ് ദ ഫോഴ്സ് ഓഫ് നോൺ വയലൻസ്. അപ്പം എല്ലാവരും നോൺ വയലൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഗ്രേറ്റ് ഒരു നല്ലൊരു വേൾഡായി മാറും. ഗാന്ധിജി ഹാസ് ഇസ് പാർട്ട് നൗ ഇറ്റ് ഈസ് എ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ടേക്ക് ലീഡർഷിപ്പ് ഓഫ് നോൺ വയലൻസ് ഇൻ ദ വേൾഡ്. ഇന്നും സൊസൈറ്റിയിലെ ഒരു ഗാന്ധിജിയുടെ പാത്ത് എല്ലാവരും ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ. ഇറ്റ് വാസ് ബെറ്റർ ഫോർ അല്ലേ. അപ്പം അങ്ങനെ. അപ്പം അതിൻ്റെ ആൻസർ അതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് പേർലസ് ബക്ക് പോർട്രേറ്റ്സ് ഗാന്ധിജീസ് എസ്സേ. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ.
നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തോബ തേക്ക് സിംഗ്, ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഞാനിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആവാനാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. നിങ്ങൾ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നോട്ട്സ് ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, അല്ലെങ്കിൽ ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ നോട്ട് വേണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് റിവിഷൻ ബേസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്ലേലിസ്റ്റിലെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം. ഇനി ഏതെങ്കിലും വേറെ ചാപ്റ്ററിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.